ആക്ച്വലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് സ്ട്രോങ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ആളുകൾ ഡോക്ടേഴ്സ് തന്നെയാണ്. എനിക്കൊരു 2 വർഷത്തിൽ ഉണ്ടായൊരു ചേഞ്ച് ഇവർക്ക് 2 മാസത്തിലാണ്. അത്രയും റാപ്പിഡായിട്ടാണ് അവർ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അക്വയർ ചെയ്യുന്നത്. ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള പല അസുഖങ്ങളുണ്ട്, സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഇതുപോലുള്ള അസുഖങ്ങൾ. ഇതിനകത്ത് ഒരു ഡോക്ടർക്കും നഴ്സിനും റോൾ ഉള്ളതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനും ഒരു ചെറിയ റോൾ അതിനകത്തുണ്ട്. GCയുടെ ഡയറക്ടറും ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടൻറ്റുമായ ഷഹാന മാമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടും അതിൻ്റെ ഒരു സാധ്യതകളെ കുറിച്ചിട്ടും നമുക്ക് മാമിൻ്റെ അടുത്ത് ചോദിക്കാം. മാം, ഇന്ന് പല ഇൻസ്റ്റിറ്റ്യൂട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് GC ചൂസ് ചെയ്യണം? നമ്മുടെ കേരളത്തിൽ തന്നെ നമ്പർ 1 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് GC ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണമായി ഞാൻ കരുതുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ഡോക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇനീഷ്യലി ഇതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സായി തുടങ്ങിയെങ്കിൽ നമ്മളത് അപ്ഗ്രേഡ് ചെയ്തിട്ട് അത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന രീതിയിലേക്ക് ഈ കോഴ്സിനെ മാറ്റി. ഇതിനുശേഷം നമുക്ക് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഭാഗം ടീച്ച് ചെയ്യുന്നത് ഡോക്ടേഴ്സും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ ടോപ്പിക്സ് ഡീൽ ചെയ്യുന്നത് ഇൻഡസ്ട്രി എക്സ്പേർട്സുമാണ്. ശരിക്കും ഈ 2026 ഈ ഒരു കോഴ്സ് ട്രെൻഡിങ്ങിലാണോ? പലരുടെയും ഡൗട്ടാണ് ഈ ഒരു കോഴ്സിൻ്റെ ട്രെൻഡിങ് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത്. ഒരു ട്രെൻഡ് എന്നതിലുപരി ആക്ച്വലി മനുഷ്യനും ഹെൽത്ത് കെയറും എക്സിസ്റ്റ് ചെയ്യുന്ന സമയം വരെ നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ആൾക്ക് ആക്ച്വലി ഹോസ്പിറ്റൽ മേഖലയിൽ ഒരു അലോപ്പതി എന്നതിലുപരി ആയുർവേദ അലൈൻഡ് ആയിട്ടുള്ള ആയുഷ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ക്ലിനിക്സ്, പോളി ക്ലിനിക്സ്, സ്റ്റാൻഡ് അലോൺ സെൻറ്റേഴ്സ്, അതുപോലെ വെൽനെസ് സെൻറ്റേഴ്സ്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, ഇവിടെയൊക്കെ അവർക്ക് ജോലി സാധ്യതകളുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ നമ്മൾ ആക്ച്വലി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ബിസിനസ് ഫേമിലും അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി സാധ്യതകൾ കാണുന്നുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സിൻ്റെ കൂടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ആക്ച്വലി ഇതിൻ്റെ ഒരു ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഒരു സാധ്യതകൾ കൂടുകയാണ് ചെയ്തത്. അതായത് ഒരു ബിസിനസ് ഫേമിലേക്കോ ഒരു ഓഫീസിലേക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു റോൾസും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മുടെ സ്റ്റുഡൻസിന് നമുക്ക് പറ്റി. പാർവതി, ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ റീസെൻ്റ്ലി ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈലൈറ്റിൽ വെച്ചിട്ട്. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണ് ആൾ. ആക്ച്വലി ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഈ അപ്ഗ്രേഡ് ചെയ്ത നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ ഒരുപാട് സാധ്യതകളാണ് ഉണ്ടാകുന്നത്. ബിസിനസ് ഫേമിലും ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലും അതുപോലെ തന്നെ സൈമൾട്ടേനിയസ്ലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലും ഒരുപാട് ആളുകൾ ജോലിയിലെത്തുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു സ്റ്റാർട്ടപ്പ് അത് തുടങ്ങാനുള്ള സ്കിൽ സെറ്റ് അവർ ഇവിടുന്ന് അക്വയർ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി. മാം, +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു കോഴ്സ് എടുത്തിട്ട് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമോ? +2 കഴിഞ്ഞ കുട്ടികളും നമുക്കുണ്ട്. +2 കഴിഞ്ഞ് അവർ ഈ ഒരു കോഴ്സ് എടുക്കുന്നതിലൂടെ ഒരു എൻട്രി ലെവൽ ജോലി അവർക്ക് ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരു 100% പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഓൺലൈനായിട്ടുള്ള ഡിഗ്രി അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാമിനെ പോലുള്ള ഡോക്ടേഴ്സിൻ്റെ ക്ലാസ് അവരുടെ ലൈഫിലും കരിയറിലും എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത്? ആക്ച്വലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് സ്ട്രോങ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ആളുകൾ ഡോക്ടേഴ്സ് തന്നെയാണ്. ക്രിട്ടിക്കൽ കെയറിലും അതുപോലെ തന്നെ അക്യൂട്ട് കെയറിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ് ഞങ്ങൾ. ആക്ച്വലി ഹാരിസൺ മില്ലർ എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ കെയർ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഞങ്ങൾ. അപ്പം നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഈ ICUസും അതുപോലെ EDസും ഒക്കെ റൺ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ക്ലിനിക്കലി നോളജ് ഉണ്ടായാൽ അത് ഓവറോൾ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ BLS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AHS സർട്ടിഫൈഡ് ആയിട്ടുള്ള ACLS പ്രൊവൈഡർ ആയിട്ടുള്ള ഡോക്ടർ റഫീഖാണ് ഇതിനകത്ത് BLS കുട്ടികൾക്ക് നേരിട്ട് മാനിക്വിനൊക്കെ വെച്ചിട്ട് അവർക്ക് ലൈഫ് സേവിങ് ആയിട്ടുള്ള BLS ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് അവരുടെ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറായി വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആക്ച്വലി ഒരു ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ ഇവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ
എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള പല അസുഖങ്ങളുണ്ട്, സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഇതുപോലെയുള്ള അസുഖങ്ങൾ. ഇതിനകത്ത് ഒരു ഡോക്ടർക്കും നേഴ്സിനും റോൾ ഉള്ളതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനും ഒരു ചെറിയ റോൾ അതിനകത്തുണ്ട്. അപ്പോൾ അവർ ഈ അസുഖത്തിനെ കുറിച്ച് അവർക്കൊരു നോളജ്, ഒരു ചെറിയൊരു നോളജ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പം നമ്മൾ ക്ലാസ്സുകളിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലുള്ള അപ്രോച്ച്, റോൾ പ്ലേ, അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വർക്ക് ഫ്ലോ, അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ഒരു ജോലിയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു ED കോർഡിനേറ്ററോ ICU കോർഡിനേറ്ററോ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കുറച്ചും കൂടെ ബൈസ്റ്റാൻഡേഴ്സിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും അവർക്ക് പറ്റും. മാം, റീസെൻ്റ്ലി നമുക്കുള്ളൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കഴിഞ്ഞ മാസം, അതായത് 2026 ഫെബ്രുവരിയിൽ 20 ഡേയ്സ് കൊണ്ട് 40+ പ്ലേസ്മെൻറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാനത് കണ്ടു. ഒരു ഷോർട്ട് പീരീഡിൽ ഇത്രയധികം പ്ലേസ്മെൻറ്റ് നമുക്കുണ്ടായി. ആക്ച്വലി ഈ ഒരു 40 സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുള്ളത് ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെ വിവിധ മേഖലയിലാണ്. അതിപ്പോൾ അലോപ്പതി ആയിട്ട്, അലൈഡ് ആയിട്ടുള്ള ആയുഷ് ആവട്ടെ, അതുപോലെ തന്നെ ബിസിനസ് ഫേമിലും ബാക്കി അനേകം മേഖലകളിൽ അവർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ കുട്ടികൾ ഹോസ്പിറ്റൽ മേഖലയിൽ എത്തുമ്പോഴത്തേക്കും അവർ ഒരു കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവായിട്ടും കോർഡിനേറ്റേഴ്സായിട്ടും പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടും അതുപോലെ തന്നെ MRD, ബില്ലിംഗ്, ഫൈനാൻസ്, ഒട്ടനവധി മേഖലകളിൽ ഇൻക്ലൂഡിങ് HR അസിസ്റ്റൻ്റ് ആയിട്ട് പോലും അവർ പ്ലേസ്ഡ് ആണ്. അതുപോലെ തന്നെ ബിസിനസ് സെക്ടറിലും അവർ ഒരുപാട് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ പല സ്റ്റുഡൻസും പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ട് അവരെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ അവർക്കുണ്ടായ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ, അവർ വരുമ്പോൾ ഉള്ള അവരുടെ ആ ഒരു സ്കിൽസും ഇപ്പോൾ അവർ ജോലിയിൽ കയറിയതിന് ശേഷമുള്ള ആ ഒരു സ്കിൽസും, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തന്നെ ചില സമയം റിയലൈസ് ചെയ്യാൻ പറ്റും. ശരിയാണ്. ക്ലാസ്സിൽ ചിലപ്പം ആക്ച്വലി ഇനീഷ്യൽ ഡേയ്സിലുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 months തന്നെ ഭയങ്കര ഇമ്പ്രൂവൈസ് ആയിട്ട് കാണുന്നുണ്ട്. എനിക്കൊരു 2 വർഷത്തിൽ ഉണ്ടായൊരു ചേഞ്ച് ഇവർക്ക് 2 മാസത്തിലാണ്. അത്രയും റാപ്പിഡായിട്ടാണ് അവർ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അക്വയർ ചെയ്യുന്നത്. അത് നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെയാണ് അതിൻ്റെ ക്രെഡിറ്റ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അപ്പം ആസ് കുട്ടികൾക്ക് ഇനീഷ്യലി വരുന്ന സമയത്ത് അവർക്കൊരു സ്റ്റേജ് ഫിയർ, അതുപോലെ തന്നെ അവർക്കൊരു കമ്മ്യൂണിക്കേഷനിൽ അത്ര ഒരു സ്കിൽഡ് ആയിട്ടല്ല ഉള്ളത്. പക്ഷേ വിത്തിൻ 180 ഡേയ്സ് ഇവർ ഇറങ്ങുമ്പോഴത്തേക്ക് ഇവർ നന്നായിട്ട് അവരുടെ ഒരു പെർഫോമൻസിൽ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാം, നമ്മുടെ GECയുടെ ഒരു ഗ്രോത്ത് മാം എങ്ങനെയാണ് അതിനെ കാണുന്നത്? GECയുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ റീസെൻറ്റ് നമ്മൾ 2000+ പ്ലേസ്മെൻറ്റ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നത്. എൻ്റെ റീസെൻറ്റ് ഫെബ്രുവരി മന്തിൽ 28 ഡേയ്സിൽ 40 പ്ലേസ്മെൻറ്റ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിന് പുറമെ നമ്മൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ HR, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കും പുതിയ കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ GECയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 6 months തന്നെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, അവരുടെ മെമ്മറിയിൽ നിൽക്കുന്ന രീതിയിൽ ഓരോ ഇവൻറ്റ്സും നമ്മൾ അത്രയും കളർഫുൾ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഒരു കരിയർ ഓപ്ഷൻ, പെട്ടെന്നൊരു ജോലി സെറ്റാക്കുക എന്നുള്ള ഏതൊരു +2 ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്കും ബെസ്റ്റ് ഓപ്ഷൻ GEC തന്നെ ആയിരിക്കും.